ഇന്നത്തെ വിഷയമേ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിടക്കുമ്പോൾ ഭയങ്കര വൈബ്രേഷൻ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുടയും. അതുമാത്രമല്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കടകട സൗണ്ട്, പിന്നെ ഗിയറിട്ട് എടുക്കുമ്പോൾ ഒരു കടകട സൗണ്ട്. അതിൻ്റെ കാരണമാണ് ഇന്ന്. അതിനുള്ള മെയിൻ കാരണം നമ്മളെ എൻജിൻ മൗണ്ടിങ്ങുകളാണ്. വണ്ടിക്ക് ഒരു 3 എൻജിൻ മൗണ്ടിങ് വരും. ഇപ്പോൾ ഈ മൗണ്ടിങ് കണ്ടോ, ഒരു സൈഡിൽ നമ്മൾ വിരൽ അകത്ത് കയറിപ്പോവും, അതുപോലെ ഈ സൈഡ് ചേർന്ന് ഇരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് വരുമ്പോഴും ഒരു സൈഡ് ഇതുപോലെ ചേർന്നിട്ടും മറ്റേ സൈഡ് ഗ്യാപ്പും ഉണ്ട്. ഓക്കെ, അതിന് കാരണം ഇവനല്ല, ഇതിന് പിന്നിൽ വേറൊരു ഐറ്റം ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചു തരാമേ. ഇത് നമ്മൾ റൈറ്റ് സൈഡിൽ വരുന്ന മൗണ്ടിങ് ആണ്, പുതിയതാണ്. അതുപോലെ ഇത് വരുന്ന ലെഫ്റ്റ് സൈഡിൽ വരുന്ന ബാറ്ററിയുടെ അടിവശത്ത് വരുന്ന മൗണ്ടിങ് ആണ് ഈ കാണുന്നത്. അതിൽ റബ്ബർ ഇരിക്കുന്നുണ്ടോ, ഇങ്ങനെ വേണം മൗണ്ടിങ് ഇരിക്കാൻ. പിന്നെ ഈ കാണുന്നത് ബാക്കിൽ വരുന്നതാണ്, പിറകിൽ, അതായത് നമ്മൾ സബ്ഫ്രെയിമിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. ഈ കാണുന്ന പോലെ സബ്ഫ്രെയിമിൻ്റെ ഉള്ളിലായിട്ടാണ് ആ മൗണ്ടിങ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന സബ്ഫ്രെയിമും അത് നമുക്ക് ഇളക്കിയാൽ മാത്രമേ ആ മൗണ്ടിങ് മാറാൻ പറ്റൂ. അപ്പം അവിടെ സബ്ഫ്രെയിം ഇളക്കിയിട്ട് പുതിയ മൗണ്ടിങ് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മൗണ്ടിങ്ങുകൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളത്. ഇതിൻ്റെ ഇനി ഒരു പ്രത്യേക ശ്രദ്ധ, നമ്മൾ മൗണ്ടിങ് മാറുമ്പോഴത്തേക്ക് 3 ഒരുമിച്ച് മാറണം. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇത് ഏറ്റവും പിറകിൽ വരുന്നത്, അത് ഇത്രയും ഡാമേജ് തന്നെ, അതായത് ഇളകി കയ്യിലോട്ട് വരാനുള്ള ഒരു പരുവത്തിനായി. ഈ ഒരു മൗണ്ടിൻ്റെ ആ ഒരു ഡാമേജ് കാരണം തന്നെയാണ് എന്ത് ചെയ്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ ഈ ക്രാക്ക് കണ്ടോ, അതുപോലെ റൈറ്റ് സൈഡിലും വരുന്ന ആ ഒരു ക്രാക്കും ആ ഒരു മൗണ്ടിങ് ഡാമേജ് ആയതുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, എൻജിൻ്റെ വെയിറ്റ് വരുമ്പോഴത്തേക്ക് ഇത് സ്ഥാനം മാറി നിൽക്കും. അതുകൊണ്ട് മാറുമ്പോൾ 3 ഒരുമിച്ച് മാറും, എന്നാലേ അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഡാമേജ് ആവാത്ത ഇരുന്നിട്ട് പിന്നെ ഡാമേജ് പിന്നെയും സൗണ്ട് വരും. ഓക്കെ.